ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ലൈറ്റ് മോഡിഫയേഴ്സിനെ കുറിച്ചാണ്. ഫോട്ടോഗ്രാഫിയിൽ നിങ്ങൾ പോർട്ടബിൾ ഫ്ലാഷിനുള്ളതും അതുപോലെ സ്റ്റുഡിയോ ഫ്ലാഷിനുള്ളതുമായിട്ടുള്ള ഒരുപാട് ലൈറ്റ് മോഡിഫയേഴ്സാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് തുടക്കം എന്ന നിലയിൽ നമുക്ക് പോർട്ടബിൾ ഫ്ലാഷ് അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയിൽ ഫ്ലാഷ് മൗണ്ട് ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ലൈറ്റിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയൊരു ലൈറ്റ് മോഡിഫയറാണ് ബൗൺസ് കാർഡ് എന്ന് വിളിക്കുന്ന ഫ്ലാഷ് ഫ്ലാപ്പുകൾ. ഓക്കെ, എന്താണ് ബൗൺസ് കാർഡ് എന്ന് നോക്കാം. ഇത് ഒരു ചെറിയൊരു ഡിവൈസ്, ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റാണ്. അതിനകത്ത് ചിലത് നല്ല റിഫ്ലക്റ്റീവ് മെറ്റീരിയൽ വരുന്നുണ്ട്. അതിനൊരു വശത്ത് സിൽവറും മറുവശത്ത് വൈറ്റ് കോട്ടിംഗ് ആണ് ഉണ്ടാവുക. അത് നിങ്ങളുടെ ഫ്ലാഷിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ലൈറ്റ് മുകളിലോട്ട് പോകാതെ എല്ലാം മുന്നോട്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ കാർഡുകളാണിത്. മിക്കവാറും ഫ്ലാഷുകളിൽ ഈ ബൗൺസ് കാർഡുകൾ ബിൽട്ടിൻ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചെറുതായിട്ട് മുകൾ ഭാഗത്തുനിന്ന് ചെറുതായിട്ട് വിരലുപയോഗിച്ചിട്ട് പുറത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസ് കാർഡിൻ്റെ സൈസിലുള്ള ഒരു ചെറിയ പ്ലാസ്റ്റിക് ഷീറ്റ്, വെള്ള ഷീറ്റ് പുറത്തോട്ട് തള്ളി വരുന്നത് കാണാം. ഇതാണ് ബൗൺസ് കാർഡ്, ബിൽട്ടിൻ ബൗൺസ് കാർഡുകൾ. ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു ഔട്ട്ഡോറിലൊക്കെ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബൗൺസ് കാർഡ് വലിച്ചു വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ലൈറ്റും നിങ്ങളുടെ മുന്നിലുള്ള ഒബ്ജക്റ്റിലേക്ക് പതിക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അതുപോലെ ഫ്ലാഷിന് ബിൽട്ടിനായിട്ട് ഒരു ഡിഫ്യൂസറും വരുന്നുണ്ട്. ഡിഫ്യൂസർ ഉപയോഗിക്കുന്നത് ലൈറ്റ് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഡിഫ്യൂസർ നിങ്ങൾ വളരെ അടുത്ത് നിന്നിട്ട് ഒരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്ലാഷിൽ നിന്നും പുറത്തിറങ്ങുന്ന പ്രകാശം ഹൈലി പവർഫുൾ ആയിരിക്കും. ഇതിനെ ഒന്ന് സോഫ്റ്റൻ ചെയ്ത് ചിതറി സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടെക്നിക്കാണ് ലൈറ്റ് ഡിഫ്യൂസറുകൾ. ഇതിനകത്ത് ഈ ഫ്ലാഷിൽ നിന്നും വരുന്ന ലൈറ്റ് ഈ ഡിഫ്യൂസറിലൂടെ കടന്ന് ഒബ്ജക്റ്റിൽ പതിക്കുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് എല്ലാ ഭാഗത്തും നല്ല സ്മൂത്തായിട്ട് പതിക്കുന്ന ലൈറ്റായി മാറും. അപ്പം ഇത് രണ്ടും നിങ്ങൾ വളരെ ദൂരെയുള്ള അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ അല്ലെങ്കിൽ ദൂരെയുള്ള ഒബ്ജക്റ്റൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഡിഫ്യൂസർ ഉപയോഗിക്കേണ്ടതില്ല. അതിനും നിങ്ങൾക്ക് ഡിഫ്യൂസർ ആ സമയത്ത് അകത്തോട്ട് തള്ളിക്കയറ്റി വയ്ക്കാം. അല്ല അടുത്ത് നിന്നിട്ട് ഒരു 2 മീറ്ററിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഡിഫ്യൂസർ വലിച്ച് അതിൻ്റെ ഫ്ലാഷിൻ്റെ മുൻഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്ത് വച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്പോഷർ കൃത്യമായിട്ട് ഈവൻ എക്സ്പോഷർ, അതായത് എല്ലാ ഭാഗത്തും ഒരുപോലെയുള്ള എക്സ്പോഷർ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ടിപ്പാണ്. നിങ്ങളിത് നിങ്ങളുടെ റിയൽ ലൈഫ് ഫോട്ടോഷൂട്ടിൽ പ്രയോഗത്തിൽ കൊണ്ടുവരിക, എന്നിട്ട് റിസൾട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കുക.